കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടം ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരുന്നു. 8 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ ആണ് അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരുന്നത്. കൃത്യമായ ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് കൃത്യമായ ചില വിശദീകരണങ്ങൾ നൽകിക്കൊണ്ടായിരുന്നു ആ പോസ്റ്റ്. സത്യത്തിൽ കോൺഗ്രസിന് രാഹുൽ നൽകിയ ഒരു വലിയ ഉരുക്കുകോട്ടയാണ്, അല്ലെങ്കിൽ പ്രതിഷേധത്തിന്റെ വലിയൊരു ഉരുക്കുകോട്ടയാണ് ഈ വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം. വി.ഡി. സതീശൻ പോലും പറയാതിരുന്ന ചില കാര്യങ്ങൾ വിശദമാക്കിക്കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ പോസ്റ്റ്. വലിയ സ്വീകാര്യതയാണ് രാഹുലിന് ഈ പോസ്റ്റിന് കിട്ടിയിരിക്കുന്നത്. പ്രധാനമായും എടുത്തു പറയേണ്ടത് വയനാട് ദുരിതത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്ന 778 കോടി രൂപ കൊണ്ട് സർക്കാർ എന്ത് ചെയ്തു എന്നാണ് രാഹുലിന്റെ പ്രധാന ചോദ്യം. സർക്കാർ പൂർത്തീകരിച്ച ഒരു വീട്ടിലെങ്കിലും താമസിക്കുന്ന മനുഷ്യനെ കാണിച്ചു തരാമോ എന്നാണ് തിരിച്ചുള്ള ചോദ്യം. 178 വീടുകൾ കൈമാറുന്ന ചടങ്ങ് മാത്രം നടത്തി. അത് PR വർക്കാണ്. ഒരു വീട്ടിലും ആളുകൾക്ക് താമസിക്കാനുള്ള അടിസ്ഥാന സൗകര്യമില്ല. ഒരു വീട്ടിൽ പോലും ആൾ താമസമില്ല. 299 കോടി ടൗൺഷിപ്പിന് നീക്കിവെച്ചു. അത് ടെൻഡർ ഇല്ലാതെ ഊരാളുങ്കലിന് കൊടുത്തു. ടൗൺഷിപ്പ് നിർമ്മാണത്തിന് ഇത്രയും അധികം തുക ആവശ്യമില്ല. ബാക്കി തുക CPM-കാർ വയർ നിറയ്ക്കാൻ ഉപയോഗിക്കുന്നതാണല്ലോ. എല്ലാ കണക്കിലും ഓഡിറ്റ് വേണമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു. വയനാട് ഫണ്ടുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങൾക്ക് വീഡിയോയിലൂടെയാണ് രാഹുൽ മറുപടി നൽകുന്നത്. വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തിയ 778 കോടി രൂപ സർക്കാർ എന്തു ചെയ്തു എന്ന ചോദ്യവുമായാണ് രാഹുൽ മാങ്കൂട്ടം എത്തുന്നത്. ടൗൺഷിപ്പിലെ വീടുകൾ കൈമാറ്റം ചെയ്തുകൊണ്ട് നടത്തിയ ചടങ്ങ് വെറും PR വർക്ക് മാത്രവുമല്ലേ? വയനാട്ടിലെ സർക്കാർ കൈമാറിയ 178 വീടുകളിൽ ഒന്നില്ലെങ്കിലും ഒരാളെങ്കിലും ജീവിക്കുന്നുണ്ട്, ഒരാളെങ്കിലും അന്തി ഉറങ്ങുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നതെല്ലാം തിരിച്ചെടുക്കുന്നു. പാലക്കാട് MLA ഫേസ്ബുക്കിൽ പങ്കുവച്ച വീഡിയോയ്ക്ക് വൻ ജനസ്വീകാര്യതയാണ് ലഭിക്കുന്നത്. വയനാട് ദുരിതബാധിതരുമായി ബന്ധപ്പെട്ട ഫണ്ട് സമാഹരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ചോദ്യങ്ങൾ ഉണ്ടാവണം. എന്നാൽ ആ ചോദ്യങ്ങൾ ഏകപക്ഷീയമാവരുതെന്നും രാഹുൽ വീഡിയോയിൽ പറയുന്നു. അതായത് ചോദ്യങ്ങൾ പ്രതിപക്ഷത്തിനോട് മാത്രമല്ല, ആദ്യം ആ ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടത് ഭരണപക്ഷം കൂടിയാണ്. ടൗൺഷിപ്പിലെ ഒരു വീട്ടിലും ആളുകൾക്ക് താമസിക്കാനുള്ള അടിസ്ഥാന സൗകര്യമില്ല. പൂർത്തിയാക്കിയെന്ന് അവകാശപ്പെടുന്ന വീടുകളിൽ ഒന്നിൽ പോലും ആൾ താമസമില്ല. ടൗൺഷിപ്പിന് നീക്കിവെച്ചത് 299 കോടി രൂപയാണ്. അത് ടെൻഡർ ഇല്ലാതെ ഊരാളുങ്കലിന് നൽകി. ടൗൺഷിപ്പ് നിർമ്മാണത്തിന് ഇത്രയും അധികം തുക ആവശ്യമില്ല. ബാക്കി തുക CPM-കാർ വയർ നിറയ്ക്കാൻ ഉപയോഗിക്കുന്നതാണ്. ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട കണക്കുകളിൽ ഓഡിറ്റ് വേണമെന്നും രാഹുൽ പറയുന്നു. DYFI മുഖ്യമന്ത്രിക്ക് ഫണ്ട് കൈമാറിയതിൽ തട്ടിപ്പ് നടന്നെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ഉന്നയിക്കുന്നുണ്ട്. ചെക്ക് കൈമാറിയ ശേഷം 10 മാസം കഴിഞ്ഞാണ് തുക നൽകിയത്. 20 കോടി അക്കൗണ്ടിൽ മാസങ്ങളോളം സൂക്ഷിച്ചതിന്റെ പലിശ എവിടെയെന്നും രാഹുൽ മാങ്കൂട്ടം ചോദിക്കുന്നുണ്ട്. കർണാടക സർക്കാരും കേരളത്തിലെ പ്രതിപക്ഷ MLA-മാരുമെല്ലാം ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൈമാറിയിട്ടുണ്ട്. അതിന് ഓഡിറ്റ് ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ട്. പ്രതിപക്ഷത്തിന് ഭവന നിർമ്മാണത്തിൽ കാലതാമസം ഉണ്ടായെന്നും അത് സാങ്കേതിക കാരണങ്ങളാണെന്നും ആണ് രാഹുൽ പറയുന്നത്. വയനാട് ദുരിതവുമായി ബന്ധപ്പെട്ട കോൺഗ്രസും യൂത്ത് കോൺഗ്രസും സമാഹരിച്ച തുകയെ കുറിച്ചും മുൻ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ കൂടിയായ രാഹുൽ പങ്കുവെക്കുന്നുണ്ട്. KPCC ആപ്പിലൂടെ 4.5 കോടി രൂപയും യൂത്ത് കോൺഗ്രസ് അക്കൗണ്ടിലേക്ക് നേരിട്ട് പണം സ്വീകരിച്ച 1 കോടി 5 ലക്ഷം രൂപയും സമാഹരിച്ചു. യൂത്ത് കോൺഗ്രസ് നേരിട്ട് സമാഹരിച്ച KPCCക്ക് കൈമാറിയ 1 കോടി 5 ലക്ഷം രൂപയ്ക്കാണ് മേപ്പാടിയിൽ ഭൂമി വാങ്ങിയത്. വീട് നിർമ്മാണത്തിന്റെ പ്രാരംഭ ജോലികൾ നടക്കുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ് കണക്ക് ഉൾപ്പെടെ കൃത്യമാണ്. കർണാടക സർക്കാരും പ്രതിപക്ഷവും അടക്കം ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകിയിട്ടുണ്ട്. വയനാട് ദുരിതത്തിൽ മരിച്ചവരുടെ കൃത്യമായ കണക്ക് പോലും സർക്കാരിന്റെ കയ്യിലില്ലെന്നും രാഹുൽ മാങ്കൂട്ടം കുറ്റപ്പെടുത്തുന്നുണ്ട്. കോൺഗ്രസിന്റെ വീടിനായി ഭൂമി കിട്ടുന്നതിൽ താമസം ഉണ്ടായി. കോൺഗ്രസ് ആപ്പ് വഴി 4.5 കോടി രൂപ, ഒപ്പം അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് 1.5 കോടി രൂപയും സമാഹരിച്ചു. ഈ പണം കൊണ്ട് മേപ്പാടിയിൽ ഭൂമി വാങ്ങി. വീട് നിർമ്മാണത്തിന്റെ പ്രാരംഭ ജോലികൾ നടക്കുന്നു. യൂത്ത് കോൺഗ്രസ് കണക്ക് ഉൾപ്പെടെ കൃത്യമാണ്. DYFI മുഖ്യമന്ത്രിക്ക് ഫണ്ട് കൈമാറിയതിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. ചെക്ക് കൈമാറിയ ശേഷം 10 മാസം കഴിഞ്ഞാണ് തുക നൽകിയത്. 20 കോടി അക്കൗണ്ടിൽ മാസങ്ങളോളം സൂക്ഷിച്ചതിന്റെ പലിശ എങ്ങോട്ട് പോയി? ഓഡിറ്റ് ചെയ്യുന്നത് എത്തുക സംസ്ഥാന സർക്കാരിലേക്കാണ് എന്നും രാഹുൽ മാങ്കൂട്ടം പറയുന്നുണ്ട്. വളരെ കൃത്യമായി, വളരെ നിശിതമായിട്ടുള്ള വിമർശനം തന്നെയാണ് രാഹുൽ ഉന്നയിക്കുന്നത്. എന്തായാലും രാഹുലിന് ഇതിൽ വലിയ രീതിയിലുള്ള രൂക്ഷമായ പ്രതികരണങ്ങൾ ലഭിക്കുന്നുണ്ട്. അതുമാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണയും ലഭിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഏകദേശം രാഹുൽ മാങ്കൂട്ടം ആ വീഡിയോ ഇട്ടതിന് ശേഷം തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള ഒരു ആവേശവും വലിയ രീതിയിലുള്ള ഒരു സ്വീകാര്യതയും തന്നെയാണ് ലഭിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. 2 മില്യൺ ആളുകളാണ്, അതായത് 20 ലക്ഷം ആളുകളാണ് ആ വീഡിയോ കണ്ടിരിക്കുന്നത്.
വന്നിരിക്കുന്നത്. ആ വീഡിയോയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചോദ്യം തന്നെയാണ് പ്രധാനമായും നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. 1,51,000 ആളുകൾ അതിനെ ലൈക്ക് ചെയ്തിരിക്കുന്നു, 20,000 പേർ അതിനെ കമന്റ് ചെയ്തിരിക്കുന്നു. കൃത്യവും വ്യക്തവും രാഹുൽ ഉടനെ തന്നെ നീ കളത്തിലിറങ്ങണം, കമ്മികൾ ഇവിടെ വന്ന് കുറെ ഗർഭ കമന്റ് ഇട്ടുപോകുന്നു, കാര്യമാക്കണ്ട, അവർക്ക് അതല്ലാതെ മറ്റുത്തരമില്ല. നിങ്ങളുടെ ഈ ശബ്ദം എന്നും CPIM-ന് ഒരു ഭയം തന്നെയാണ്. പാർട്ടിയിൽ ഇല്ലാതിരുന്നിട്ടും ഇങ്ങനെയാണെങ്കിൽ പാർട്ടിയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ എങ്ങനെയായിരിക്കും? വെറുതെയല്ല പിണറായിയും ടീമും താങ്കളെ ഒതുക്കാൻ കളികൾ കളിച്ചത്. തിരിച്ചു വരിക, പൂർവാധികം ശക്തമായി. തങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, വേഗം വരിക. കൃത്യം വ്യക്തം എന്ന് സ്വരാജിന്റെ ഭാഷയിൽ പറഞ്ഞാൽ യഥാർത്ഥ ശവം തൂക്കികൾ ഇടതുപക്ഷമാണ് എന്ന് ഈ കണക്കുകൾ പറയാതെ പറയുന്നു. ചുരുക്കി പറഞ്ഞാൽ വിജയന്റെ ടീം ആ ക്യാഷ് അങ്ങ് മുക്കിയല്ലേ. ശാസ്ത്രീയമായി പണം കക്കാനുള്ള സർക്കാരിന്റെ കൊള്ള സംഘമാണ് ഊരാളുങ്കൽ. നീ ഇറങ്ങണം, എന്നാലേ ഇവരുടെ പൊള്ളത്തരങ്ങൾക്കെതിരെ മറുപടി പറയാൻ കഴിയുകയുള്ളൂ. അടിസക്കെ, നിന്റെ അസാന്നിധ്യം ഇവിടെ മുഴച്ചു നിൽക്കുന്നുണ്ട്. നീ രംഗത്ത് വന്നാൽ പരന്ന വായനക്കാരനൊക്കെ വെറും കീറാ കടലാസുകാരായി മാറും. രാഹുൽ മാങ്കൂട്ടത്തിൽ നിങ്ങൾ ഈ ചെയ്യുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. നിങ്ങളെ പിന്തുടരുന്ന എന്നെപ്പോലത്തെ കുറെ ആളുകളുണ്ട്. അവർക്ക് നിങ്ങളിൽ കൊടുക്കുന്ന വിവരം, നിങ്ങൾ ഈ നൽകുന്ന വിവരം വളരെ വലുതാണ്. നിങ്ങൾ രാഷ്ട്രീയത്തിൽ ഇല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് അത് വളരെ കൂടുതലാണ്. നിങ്ങൾ തിരിച്ചു വരണം, തിരിച്ചു വന്നിരിക്കണം. അത് മാത്രമാണ് ഇപ്പോൾ ഇവിടെ പറയാനുള്ളത്. വയനാട്ടിലെ ദുരിതബാധിതരായ പാവങ്ങളുടെ പേരിൽ പിരിച്ച തുക മുഴുവനും പുട്ടടിച്ചും നാട് നീളെ ഓടി നടന്ന ഗർഭം കലക്കാനും ഉപയോഗിച്ച പരനാറി വയനാട്ടിലെ ദുരിതബാധിതരെ ചേർത്ത് പിടിച്ച സർക്കാരിനെ കുറ്റപ്പെടുത്താൻ കോണോത്തുല കണക്കുമായി വന്നിരിക്കുന്നു. കൽപ്പറ്റ ടൗണിൽ ഒരു സെന്റ് ഭൂമിയിലെ വില എത്രയാണെന്ന് അറിയാമോ? വാടകയും മറ്റുമായി ദുരിതബാധിതരായ ഓരോ കുടുംബത്തിനും മാസം 25,000 രൂപ വെച്ച് കൊടുക്കുന്നുണ്ടെന്ന് നിനക്കറിയില്ലേ? എല്ലാം പോട്ടെ, വയനാട്ടിലെ ദുരിതബാധിതരായ മുഴുവൻ മനുഷ്യരും ഈ സർക്കാർ തങ്ങളെ ചേർത്ത് പിടിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അവർക്കില്ലാത്ത എന്ത് ക്രിമികടിയാണ് സ്വന്തം അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാൻ കഴിവില്ലാത്ത നിനക്കുള്ളത് എന്ന ചോദ്യമുണ്ട്. അതിന് കമന്റുകളും ഉണ്ട്, അതിനെതിരെ മറുപടിയും ഉണ്ട്. എന്തായാലും രാഹുൽ ഉന്നയിച്ച ഏതെങ്കിലും ഒന്നിനെങ്കിലും ഉത്തരമുണ്ടോ? അല്ലാതെ ഇതല്ലാതെ പറയാൻ മറ്റൊന്നുമില്ലല്ലോ. 25,000 രൂപ കൊടുക്കുന്നത് ഊരാളുങ്കലാണോ? ഈ 299 കോടിയിൽ ഉൾപ്പെടുന്നതാണോ ഈ 25,000 രൂപ? ഭരണം പോയാൽ 778 കോടി സ്വാഹ. കക്കാനും മുക്കാനും നക്കാനും മറ്റാരുണ്ട് LDF അല്ലാതെ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ ചോദ്യങ്ങൾക്ക് കഴമ്പുണ്ട്. കൃത്യമായി മറുപടി പറയേണ്ട, ഉത്തരം നൽകേണ്ട ഉത്തരവാദിത്തം ഇവിടുത്തെ സർക്കാരിനും ഉണ്ട്.